കേരളത്തിൽ നിന്നും ധാരാളം പേർ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അടുത്തിടെയായി പല രാജ്യങ്ങളും അല്ലെങ്കിൽ ചില രാജ്യങ്ങളെങ്കിലും അപേക്ഷകൾ നിരസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കാനഡയൊക്കെ ആണെങ്കിൽ 75% ഇന്ത്യൻ അപേക്ഷകൾ നിരസിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതോടൊപ്പം തന്നെ പഠിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടോണിയോ സിനോറ CEO റൊജിഷ സജിത്ത്. റൊജിഷ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ്റെ UAE കോർഡിനേറ്റർ കൂടിയാണ് റൊജിഷ സജിത്ത്. റൊജിഷ, ആദ്യം എന്തുകൊണ്ടാണ് കാനഡയ്ക്ക് ഇത്തരത്തിലുള്ള അപേക്ഷ, കാനഡയല്ല മറ്റേതെങ്കിലും രാജ്യമാണെങ്കിലും ശരി, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അപേക്ഷ നിരസിക്കുന്നത്? ഇതിൽ മെയിൻലി കാനഡ എന്ന് പറയുന്ന ഒരു കൺട്രി ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസിന് സിൻസ് ഇയേഴ്സ് വിസ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. അതായത് ഒരുപാട് സ്റ്റുഡൻസ് ആണ് റെഗുലർ ബേസിസിൽ കാനഡയ്ക്കൊക്കെ ഹയർ സ്റ്റഡീസിന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു കൺട്രി ഇത്രയും റെഫ്യൂസൽസ് കൊടുക്കുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ എടുത്ത് പറയേണ്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളെല്ലാം കാനഡയിൽ നടന്നത്. അവർക്ക് സ്റ്റേ ബാക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും വർക്ക് റൈറ്റ്സ് അങ്ങനെ പല റീസൺസിന് വേണ്ടിയിട്ട്. ഈ സ്റ്റുഡൻറ്റ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ കൊടുക്കുന്ന ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആണ് SOP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിൽ എന്താ പറയുന്നത്? ഞാൻ പഠിക്കാൻ പോകുന്നത് എൻ്റെ കരിയർ എൻഹാൻസ്മെൻറ്റും അതുപോലെ തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വരും. ഞാൻ പഠിച്ച അവിടുന്ന് കിട്ടിയ എനിക്ക് ഇൻഫർമേഷൻസ് ആൻഡ് നോളജ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. ആ സ്ട്രോങ് റിട്ടേൺ ഇൻറ്റൻഷൻ കാണിച്ചുകൊണ്ടാണ് ഒരാൾക്ക് വിസ കൊടുക്കുന്നത്. ഒരിക്കലും ഒരാൾക്ക് അവിടെ സ്ഥിരമായി സെറ്റിൽ ചെയ്യാനുള്ള പാത്വേ അല്ല സ്റ്റുഡൻറ്റ് വിസ ലീഗലി. പിന്നെ ഒരുപാട് ഫ്രോഡ് ഡോക്യുമെന്റ്സ് ഡിറ്റക്ട് ചെയ്യുക അങ്ങനെയുള്ള റീസൺസും അതിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട്? ഒരാൾ പഠിക്കാൻ പോകുമ്പോൾ ഹയർ സ്റ്റഡീസിൻ്റെ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റഡി എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചില ആളുകൾ പഠിക്കാൻ പോകുന്നത് അവർക്ക് വേൾഡ് റാങ്കിങ് അനുസരിച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളതായിരിക്കും പ്രയോറിറ്റി. അപ്പോൾ കൂടുതൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ US UK ഒരുപാട് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാം, പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരാം. അതല്ലാതെ ഇപ്പോൾ ചില ആളുകൾക്ക് അഫോർഡബിൾ എഡ്യൂക്കേഷൻ വേണമായിരിക്കും. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് അവർക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലത് യൂറോപ്പാണ്. ഹയർ എഡ്യൂക്കേഷൻ എന്നതിനൊപ്പം തന്നെ ആളുകൾക്ക് PR കിട്ടുക, പെർമനന്റ് റെസിഡൻസി കിട്ടുക എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലോ? പഠിക്കാൻ പോകുന്നത് PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺസിന് PR കിട്ടുന്ന കൺട്രീസ് ആയിരിക്കണം. അങ്ങനെയുള്ള കൺട്രീസ് ഏതാണെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ്ലി, ഇവർ പോകാൻ ഉദ്ദേശിക്കുന്ന ആ കൺട്രിയുടെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അവിടെ ആ സ്കില്ല് ഷോർട്ടേജ് ഉണ്ടായിരിക്കണം. ആ ജോബ് ചെയ്യാൻ അവിടെ തന്നെ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എന്തിനാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ആളുകൾ കൊണ്ടുവന്ന് അവിടെ റിക്രൂട്ട് ചെയ്യുന്നത്? ആ കൺട്രിയിൽ അതൊരു വലിയ സ്കിൽ ഷോർട്ടേജ് ഉണ്ടാക്കില്ലേ? ഒരു പ്രൈമറി എൻക്വയറി പോകുന്ന സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ നടത്തണം. അതോടൊപ്പം തന്നെ ആണ് ഈ പറയുന്ന പോലെ ഏജൻസി അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു സ്ഥാപനത്തെ സമീപിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിന് ഇതിൻ്റെ ആരോട് ഈ ഒപ്പീനിയൻ ചോദിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്റ്റുഡൻറ്റ് വിസ കൺസൾട്ടൻസിയിലോ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ സപ്പോർട്ട് ചെയ്യുന്ന എവിടെ പോയാലും മെജോറിറ്റി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് യൂണിവേഴ്സിറ്റി ടൈപ്സ് ഉണ്ടായിരിക്കും. എൻ്റെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻറ്റിനെ എനിക്ക് കിട്ടുന്ന കമ്മീഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ എനിക്ക് കമ്മീഷൻ കിട്ടും ന്യൂസിലാൻഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിട്ടാലെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ സ്റ്റുഡൻറ്റിനെ എനിക്ക് ന്യൂസിലാൻഡ് റെക്കമെൻഡ് ചെയ്യാം, ഓക്കെ. അതല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി എന്താണ് അയാൾക്ക് നല്ലതെന്നുള്ളത് ഗൈഡ് ചെയ്യാം. സോ ഇവിടെ എന്തിന് പ്രയോറിറ്റി കൊടുക്കും? ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഗെയിനിനോ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ കരിയറിനോ? ഇനി മുന്നിലിരിക്കുന്ന കുട്ടിയുടെ കരിയറിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതാണ് ഫാക്ട്. ആരും അങ്ങനെ ചെയ്യും? ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് പല സ്ഥലത്തേക്കും നമ്മളെ വെൽക്കം ചെയ്യുന്നതായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓഫറുകൾ നമുക്ക് കാണാം. അതൊക്കെ കാണുമ്പോൾ ഈ ആളുകൾ കൺഫ്യൂസ്ഡ് ആവില്ലേ? അവർ പറയുന്നത് അവരുടെ നോളജാണ്. അവരൊരിക്കലും സ്റ്റഡി വിസയോ അല്ലെങ്കിൽ മൈഗ്രേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോ അല്ല. അവർക്ക് അതിന് വളരെ ലിമിറ്റഡ് നോളജ് ഉണ്ടാവുള്ളൂ. എന്തിനാണ് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുന്നത്? അവരുടെ ഫോളോവേഴ്സ്, ഒരുപാട് ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ക്രൗഡിലേക്ക് എത്തുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. അതല്ലാതെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഓക്കെ അവർ ജെനുവിൻ, അതല്ലാത്തവർ ജെനുവിൻ അല്ല. അങ്ങനെയല്ല. നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസ കൺസൾട്ടൻസിയിൽ പോയാലും ആര് എന്ത് ഇൻഫർമേഷൻ തന്നാലും ഈ ഇൻഫർമേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യുക. ആ രാജ്യത്തിൻ്റെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഓക്യുപ്പേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാവുമ്പോൾ നമുക്ക് ഗ്രാജുവലി
അതിലേക്ക് PR-ലേക്കാണെങ്കിലും സിറ്റിസൺഷിപ്പിലേക്കാണെങ്കിലും ഒക്കെ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കും. റൊജിഷ, കേരളത്തിൽ നിന്ന് ധാരാളം പേർ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. റൊജിഷയുടെ ഒരു എക്സ്പീരിയൻസിൽ അനുഭവത്തിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്ന ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റണം, അതോടൊപ്പം തന്നെ ജോലിയും സ്വാഭാവികമായിട്ടും ഇതിന് രണ്ടിനും സാധ്യതയുള്ളൊരു സ്ഥലം എവിടെ? നേഴ്സസിന് പൊതുവേ എവിടെ പഠിച്ചാലും, പ്രത്യേകിച്ച് നാട്ടിൽ പഠിച്ച നേഴ്സസ് ആണെങ്കിലും മിക്ക കൺട്രികളിലും എൻട്രി കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ് നഴ്സിംഗ് പഠിക്കാൻ. അതേ കോസ്റ്റിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് പല സ്ഥലങ്ങളിലും പല കൺട്രീസിലും നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് മാൾട്ട. ഇപ്പോൾ യൂറോപ്പിൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ ചലഞ്ച് ലോക്കൽ ലാംഗ്വേജ് ആണ്. മിക്ക യൂറോപ്യൻ കൺട്രീസിനും അവിടെ ലോക്കൽ ലാംഗ്വേജ് ആവശ്യമുണ്ട്. പക്ഷേ മാൾട്ട ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ നഴ്സിംഗ് പഠിക്കുമ്പോൾ രജിസ്ട്രേഷൻ കിട്ടാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം മതി. അതും ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴുള്ള IELTS റിക്വയർമെൻറ്റും വളരെ മിനിമലാണ്. ഇനി ഒരു വർഷം മാൾട്ടയിൽ അവർ നഴ്സായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് UK പോലുള്ള കൺട്രീസിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, നമ്മൾ നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്ന എക്സ്പെൻസ് തന്നെ ഇവർക്ക് ഇതിലാകുന്നുള്ളൂ. പ്ലസ് 70% ഇവർ സ്പെൻഡ് ചെയ്ത ട്യൂഷൻ ഫീ ഇവർക്ക് തന്നെ ടാക്സ് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡിയലി ഒരു രജിസ്റ്റേർഡ് നഴ്സിന് ഇപ്പോൾ മാൾട്ടയാണ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഓസ്ട്രേലിയയിലേക്കും കുറേ ആളുകൾ പഠിക്കാൻ പോയിരുന്നു കേരളത്തിൽ നിന്ന്. ഇപ്പോൾ അതുപോലെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? ഓസ്ട്രേലിയ ഒബ്വിയസ്ലി ഒരുപാട് ആളുകളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. ബിക്കോസ് ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ്, അതുപോലെ തന്നെ PR ഫ്രണ്ട്ലി കൺട്രിയാണ്, ഇതെല്ലാം എലമെൻസ് ആണ്. ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ കോസ്റ്റ്, സ്റ്റഡി എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്രോസ്പെക്ട് ഓസ്ട്രേലിയയിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഓസ്ട്രേലിയയുടെ മീഡിയം ആൻഡ് ലോങ് ടേം ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, റീജിയണൽ ലിസ്റ്റ്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്ന ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്, സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ്. അത് നോക്കി നിങ്ങളുടെ ഓക്യുപ്പേഷൻ, നിങ്ങൾ ഏത് ഫീൽഡിലാണ് പഠിക്കാൻ പോകുന്നത്, ആ ജോബ് അവിടെ ഡിമാൻഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോവുക. UK പഠിക്കാൻ പോകുന്ന പല ആളുകളും അവിടെയുള്ള കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശരിയാണോ? അത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്ക് റേറ്റ് ഉണ്ടല്ലോ, ആ ടൈമിൽ അവർക്ക് എന്ത് ജോബ് അവിടെ ചെയ്യാം. അത് കഴിഞ്ഞ് അവർക്കൊരു സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. ആ ടൈമിലും അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു എംപ്ലോയർ അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കണ്ട. സ്വാഭാവികമായിട്ടും കെയർ ഹോം ബേസ് ചെയ്തിട്ട് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ടും നല്ല പേയ്മെൻറ്റ്, ഇപ്പോൾ പേ ഔട്ട് ഉള്ളത് കൊണ്ടും തന്നെ ഒരുപാട് സ്റ്റുഡൻസ് കെയർ ഹോംസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം, അതുകൊണ്ട് അവരുടെ കരിയറിൽ ഒരു എൻഹാൻസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആ കൺട്രി ഇപ്പോൾ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി അല്ല, അത്ര ഈസി അല്ല. ചുരുക്കത്തിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവരുടെ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റഡി എന്താണെന്നുള്ളതാണ്. അപ്പോൾ അവർ പഠിക്കാൻ പോകുന്നത് ഒരു പെർമനൻറ്റ് റെസിഡൻസിക്കോ ആ രാജ്യത്ത് സെറ്റിൽ ആവാനാണെങ്കിൽ അങ്ങനെയുള്ള കൺട്രികൾ ചൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയുള്ള കൺട്രികൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല, അവർക്ക് ഒരു കുറച്ച് നാൾ വർക്ക് ചെയ്ത് അത്യാവശ്യം റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ UK പോലുള്ള കൺട്രികൾ അഡ്വൈസബിൾ ആണ്. ഇനി അഫോർഡബിൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പെർട്ടിക്കുലർലി യൂറോപ്പ് ആയിരിക്കും ബെസ്റ്റ്. റൈറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.